പി എസ് ശിവനാഥൻ, ഞാൻ ചോദിച്ചു വന്നത് അവിടെ സംവിധാനങ്ങൾ അവിടെ ആരും ജോലി ചെയ്യുന്നില്ല നമ്മൾ ആരോപിക്കുന്നില്ല, അവിടെ പരിമിതി ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പ്രാണൻ രക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗോൾഡൻ അവേഴ്സിൽ അസാധാരണ സാഹചര്യം അസാധാരണം ഇടപെടേണ്ടതാണ്. ഇത് ഒരു നോർമൽ സാഹചര്യത്തിൽ JCB എങ്ങനെ മണ്ണ് മാറ്റുന്നു അതേ മട്ടിലെ ഇപ്പോഴും ഉള്ളൂ രക്ഷാപ്രവർത്തനം. ശ്രീ VP, അല്ല, ഈ ഗോൾഡൻ അവേഴ്സ് ആദ്യത്തെ 2 ദിവസം നഷ്ടപ്പെട്ടു പോയില്ലേ? അവിടെ കാര്യമായ ഒരു കാര്യവും ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയും ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള 48 മണിക്കൂറിൽ കാര്യമായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അവിടെ 9ഓളം ആളുകളുടെ ബോഡി കിട്ടിയതിന് ശേഷം ഒരു കട നിന്ന സ്ഥലം മുഴുവൻ ഒലിച്ചുപോയി. ഇതൊക്കെ കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനം നടക്കുന്നത്. NDRF എന്ന് പറയുന്നത് സൈന്യത്തിൽ നിന്നും BSFൽ നിന്നും CRPFൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകളാണ്. എൻ്റെ സുഹൃത്ത് SPGയുടെ ഫസ്റ്റ് ബാച്ചാണ് അദ്ദേഹം. പക്ഷേ NDRFലാണ് ജോലി ചെയ്തത്, റിട്ടയർ ചെയ്തു അദ്ദേഹം. അപ്പോൾ NDRF എന്ന് പറയുന്നത് ആ സൈന്യത്തിൽ നിന്നും അർദ്ധ സൈന്യത്തിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകളാണ്. അവരാരും മോശക്കാരല്ല, അവർക്ക് എക്യുപ്മെൻസും ഉണ്ട്. പക്ഷേ ഇത്രയും വലിയ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ ഒരു വലിയ താണ്ഡവം നടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്രയും വലിയ തോതിലുള്ളത് നടത്താനുള്ള എക്യുപ്മെൻസ് എത്തിക്കണം, എത്തിച്ചിട്ട് നടത്തണം. ഇപ്പം അതൊക്കെ ഇപ്പോൾ സൈന്യം വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. ഇപ്പോൾ സൈന്യത്തിന് സ്വയം സോമോട്ടോ വരാൻ പറ്റില്ലല്ലോ. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാവും. നേരത്തെ നാവികസേനയോട് വരാൻ പറഞ്ഞപ്പോൾ അവർ വന്നു, പുഴയിൽ അവർ തെരഞ്ഞു, ലോറി പുഴയിലില്ല എന്ന് അവർ ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അവരെ ദൗത്യം അവസാനിപ്പിച്ചു പോയി. അതേപോലെ കേന്ദ്രമന്ത്രി കുമാരസ്വാമി വന്ന് കണ്ടു. കേന്ദ്രമന്ത്രി കുമാരസ്വാമി വന്ന് കണ്ട് അദ്ദേഹം പറയുന്നത് സൈന്യം ഇപ്പോൾ വരേണ്ട കാര്യമില്ല എന്നാണ്. സൈന്യം ഇപ്പോൾ വരേണ്ട കാര്യം ഉണ്ട്. ശ്രീനാഥൻ, അല്ല, ഇഫ് ദി ഗവൺമെന്റ് ഓഫ് കർണാടക ഈസ് വെരി പർട്ടിക്കുലർ, ആർമി വരണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം. ഇപ്പം കുമാരസ്വാമി പറഞ്ഞത് കൊണ്ടൊന്നും സൈന്യം വരാതിരിക്കില്ല. സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടത്തിന്റെ ശുപാർശ പ്രകാരം ആവശ്യപ്പെട്ടാൽ നാളെ അവിടെ പട്ടാളം ഇറങ്ങും. അപ്പൊ ഇതിന്റെയൊക്കെ തീരുമാനം താഴെത്തട്ടിലാണ് എടുക്കേണ്ടത്. അവരെടുക്കുന്ന തീരുമാന പ്രകാരമേ സൈന്യം വരുന്നതും പോകുന്നതുള്ളൂ. അതെടുക്കേണ്ടത് മുകൾ തട്ടിലാണെങ്കിലും താഴെത്തട്ടിലാണെങ്കിലും മണ്ണിന്റെ താഴെത്തട്ടിൽ ഇപ്പോഴും ഒരു ജീവൻ ഉള്ള കിട്ടാവുന്ന ശ്വാസവായു ശ്വസിച്ചും ജീവനോട് മരണത്തോട് പോരാടി നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സമയമാണ്. അപ്പോൾ ഉത്തരവ് വരണം, പ്രോട്ടോകോൾ വരണം എന്നൊക്കെ പറയാവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ സാങ്കേതികതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ജനതയാണ്. നമ്മൾ സാങ്കേതികതയിൽ വളരെ മുന്നിൽ വിശ്വഗുരുവാൻ നിൽക്കുന്ന ജനതയാണ്. നമ്മുടെ ഒരു പൗരൻ മണ്ണിനടിയിൽ കിടക്കുകയാണ്. സാർ, നമ്മുടെ ഒരു പൗരൻ മണ്ണിനടിയിൽ കിടക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ഈ റഡാർ വരുന്ന ഇന്ന് രാവിലെ 10:30-ക്കാണ്. ഈ റഡാർ വരുന്ന ഇന്ന് രാവിലെ 10:30-ക്കാണ്. അതിഗുരുതരമായ ഏകോപനപ്പെടുക സംഭവിക്കുന്നതോടെ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ റഡാർ ഇല്ലെങ്കിൽ റഡാർ ഉള്ള സ്ഥലത്ത് നിന്ന് അത് വിളിച്ചു വരുത്തേണ്ടത് ജില്ലാ ഭരണകൂടമല്ലേ? അതൊക്കെ അധികാരമുള്ള ആളല്ലേ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലേ കലക്ടർ? എവിടെയാണ് അതിൻ്റെ സംവിധാനമുള്ളെങ്കിൽ അവിടേക്ക് അതിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് വിളിച്ചു വരുത്താനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടല്ലോ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി തലത്തിലോ ഇടപെട്ടാൽ അത് വരുമല്ലോ. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് ഒന്നും കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഇന്നലെ തന്നെ നാവികസേന വന്ന് തെരഞ്ഞ് പുഴയിൽ ലോറി ഇല്ല എന്ന് അവർ ഉറപ്പ് കൊടുത്തല്ലോ. അപ്പോൾ ആവശ്യപ്പെട്ടാൽ ഈ സംഗതികളൊക്കെ വരും. സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെടേണ്ടത് എന്തൊക്കെ വേണമെന്ന്. NDRF സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലല്ലോ, കേന്ദ്രത്തിന്റെ കീഴിലല്ലേ. അവർ വന്നു, നാവികസേന വന്നു, റഡാർ വന്നു. ഇനി സൈന്യം വരണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ അവർ വരും. അപ്പോൾ അതൊക്കെ താഴെത്തട്ടിലെടുക്കേണ്ട തീരുമാനമാണ്.